വിതയ്ക്കുമ്പോൾ ചിലത് നല്ല നിലത്ത് വീണു. അത് 30, 60, 100 മേനിയായി വിളഞ്ഞു. വിതയ്ക്കുമ്പോൾ നല്ല നിലത്ത് വീണത് ഒരുവൻ ദൈവവചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് 30, 60, 100 മേനി വിളഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കേൾക്കുന്ന വചനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കാണണമോ? എന്താണ് കേൾക്കുന്നതെന്ന് നിങ്ങൾ ഒന്ന് ഗ്രഹിച്ചാൽ മതി. അത്രമാത്രമേ ദൈവം ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങളൊന്ന് ഗ്രഹിച്ചാൽ മതി, നിങ്ങളൊന്ന് ഏറ്റെടുത്താൽ മതി, നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. ബാക്കി പ്രവർത്തിക്കാൻ പോകുന്നത് വചനമാണ്. യേശുവാണ് പറഞ്ഞത്, ഇത് ദൈവത്തിൻ്റെ വചനമാണ്, സത്യമാണ്. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവർ നന്മ കാണും. വചനം ഗ്രഹിക്കുന്നവർ 100 മേനി വിളവ് കാണും. എന്താണ് വചനം? നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് യേശു ക്രൂശിൽ മരിച്ചു. നമ്മുടെ മരണമാണ് യേശു ഏറ്റുവാങ്ങിയത്. നമുക്കെല്ലാവർക്കും വേണ്ടി യേശു മരിച്ചു. 3-ാം നാൾ മരണത്തെ ജയിച്ച യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് പാപമോചനമുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവനുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മക്കളാണ്, നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ നിത്യജീവനിൽ പ്രവേശിക്കുകയാണ്. നിങ്ങൾ ഏറ്റെടുത്താൽ മതി. പാപത്തിന് നിങ്ങളെ കീഴടക്കാൻ കഴിയുകയില്ല. മരണത്തിൻ്റെ ശക്തികൾ ഈ പകൽ നിങ്ങളെ വിട്ടുമാറുകയാണ്. അസമാധാനം നിങ്ങളുടെ കുടുംബത്തെ വിട്ടുമാറുകയാണ്. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ നിങ്ങളെ വിട്ടുമാറുകയാണ്. ആർക്കും എടുത്തു മാറ്റാൻ പറ്റാത്ത സന്തോഷം, സമാധാനം നിങ്ങൾ വാഴ്ച നടത്താൻ പോവുകയാണ്. യേശു നിങ്ങളുടെ കരത്തിൽ പിടിക്കാൻ പോവുകയാണ്. യേശു പറയുന്നു, നീ ഒരു നാളും നശിച്ചു പോകുകയില്ല. ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. പിതാവാണ് എനിക്ക് നിന്നെ തന്നത്. ഞാൻ നിന്നെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.